ഹൈദരാബാദ് യാത്രയുടെ രണ്ടാം പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈദരാബാദിലെ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും ഊബറും ഓലയൊക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാക്കേജിൻ്റെ സഹായമില്ലാതെ നമുക്ക് പോയി വരാം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ശില്പാരാമം എന്ന് പറഞ്ഞ ഒരു പ്ലേസാണ്. ഈ കാണുന്നതാണ് ശില്പാരാമത്തിൻ്റെ എൻട്രൻസ്. 60 രൂപയാണ് ഇതിൻ്റെ എൻട്രി ഫീസ്. രാവിലെ 10:30 മുതൽ വൈകുന്നേരം 8:30 വരെയാണ് ഇത് പ്രവർത്തിക്കുന്ന സമയം. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാർഷിക കലാശില്പ ഗ്രാമ സമുച്ചയമാണ് ശില്പാരാമം. ഇവിടെയുള്ള പ്രധാന ആകർഷണങ്ങൾ ശില്പസൃഷ്ടികൾ, കൈത്തൊഴിൽ ഉൽപ്പന്നങ്ങൾ, ഗ്രാമീണ ജീവിതം ദൃശ്യമാക്കുന്ന രീതിയിലുള്ള ഓരോരോ മോഡൽ ഗ്രാമങ്ങൾ, മനോഹരമായിട്ടുള്ള പൂന്തോട്ടങ്ങൾ എന്നിവയൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇവ ആസ്വദിക്കാൻ മാത്രമല്ല നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാനും ഉള്ള അവസരമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഹാഫ് ഡേ കംപ്ലീറ്റ് അതിൽ ചിലവഴിക്കാനുള്ള ഐറ്റംസ് അതിലുണ്ട്. ഫുഡാണെങ്കിലും അവിടെ ഒരു പാർക്കാണെങ്കിലും പർച്ചേസിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണെങ്കിലും എല്ലാം അതിമനോഹരമാണ്. ഇവിടെയുള്ള ഓരോ കലാസൃഷ്ടിയും ഒന്നിനൊന്ന് മികച്ചത് തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് 8:30 വരെ അതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ നമുക്ക് തോന്നിപ്പോകും. പിന്നെ ഇവിടെയുള്ള ഐറ്റംസ് ഫിക്സഡ് റേറ്റ് ആണെന്നുമല്ല, നമുക്ക് വേണമെങ്കിൽ ബാർഗെയിൻ ചെയ്ത് വില കുറച്ച് വാങ്ങിക്കാവുന്നതുമാണ്. ഹെവി ആയിട്ടുള്ള ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അഡീഷണൽ ചെറിയൊരു എമൗണ്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഷിപ്പ് ചെയ്ത് തരുമെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ശില്പാരാമത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ രാത്രിയായിരുന്നു. പിന്നെ അടുത്തുള്ളൊരു മാളിൽ പോയി ചെറിയൊരു ഷോപ്പിങ്ങും രാത്രിയിലേക്കുള്ള ഫുഡും ഒക്കെ അവിടെ നിന്ന് കഴിച്ചു. ഇനി നെക്സ്റ്റ് ഡേ രാമോജി ഫിലിം സിറ്റിയാണ് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ദിവസം ഫൈൻഡപ്പ് ചെയ്യുവാണ്. ഇനി നമ്മൾ നേരെ റൂമിൽ പോകുന്നു, റെസ്റ്റ് എടുക്കുന്നു. നാളെ രാവിലെയാണ് രാമോജി ഫിലിം സിറ്റിയിലേക്ക് പോകുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് രാമോജി ഫിലിം സിറ്റിയുടെ വിശേഷങ്ങളോട്ട് വീണ്ടും കാണും വരെ ബൈ.